വെൽക്കം ടു ജാൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഐ എം ഡോക്ടർ ജിനിൻ, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എനിക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഞാൻ ശീലമാക്കുന്ന 4 കാര്യത്തെ പറ്റി 4 ജീവിതശൈലികളെ പറ്റിയിട്ടാണ് വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ സർക്കേഡിയൻ റിതത്തിനെ കറക്റ്റാക്കി കൊണ്ടുവരാൻ വേണ്ടി ഇതെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഒന്ന് സ്വിച്ചിട്ടതുപോലെ വരുന്ന കാര്യമല്ല. അതിനുവേണ്ടി ശരീരത്തിന് പിന്നിൽ ചില തരത്തിലുള്ള പ്രക്രിയകൾ, പ്രിപ്പറേഷൻസുകൾ നടക്കേണ്ടതുണ്ട്. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് രാത്രിയിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആവുന്ന, ശരീരത്തിന് പ്രിപ്പയർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ രാവിലെ ഉണർന്നത് തൊട്ട് തന്നെ ഇതിനെ പ്രിപ്പയർ ആക്കി നിലനിർത്തേണ്ടതുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിൽ രാവിലെ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ഒരു പ്രഭാതശീലമാണ്. രാവിലെ എണീറ്റതിന് ശേഷം ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ പ്രകാശം കാണുക. ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ അല്ലാതെ പുറത്തിറങ്ങി പ്രകാശത്തേക്ക് നോക്കുക. നേരിട്ട് അതിലേക്ക് നോക്കാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ പ്രകാശത്തിൻ്റെ ഏറ്റവും ഇൻറ്റൻസീവായ ഭാഗത്തേക്ക് നോക്കാതെ ലൈറ്റായി വരുന്നൊരു ഭാഗത്തേക്ക് കഴുത്ത് ചെരിച്ചുകൊണ്ട് നോക്കുന്നൊരവസ്ഥ. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് നടത്തുന്നത്. നമ്മുടെ സർക്കേഡിയൻ റിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടൈമർ ഓൺ ആക്കുകയാണ്. നമ്മുടെ ഊർജ്ജസ്വലമായിട്ടും കാര്യക്ഷമമായും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിലെ ആന്തരികമായ പ്രിപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 14 മണിക്കൂറോളം ഇത് നീണ്ടു നിൽക്കും. ഈ സമയത്ത് ബ്രെയിൻ ഇതൊരു പകൽ സമയമാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക ആന്തരിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 7 മണി തൊട്ടാണ് നിങ്ങൾ രാവിലെ പ്രകാശം കണ്ടതെങ്കിൽ 14 മണിക്കൂറിന് ശേഷം ഏകദേശം 9 മണിയാകുമ്പോൾ ഈ ടൈമർ തീരും. പിന്നെ ശരീരം മൊത്തം റീസെറ്റ് ചെയ്യും. പിന്നെ രാത്രിയാണ്, വിശ്രമത്തിൻ്റെ സമയമാണ് എന്നുള്ള ഒരു ടേണിലേക്ക് ശരീരം മാറുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് ചെയ്തതിന് ശേഷം ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്. അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാറുണ്ട്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഹീറ്റാവും. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ആ ഹീറ്റായ ടെമ്പറേച്ചറിനൊക്കെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകുമ്പോൾ ശരീരം വീണ്ടും റീഹീറ്റ് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം അവിടെ നടക്കുന്നുണ്ട്. അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് കാര്യക്ഷമത കിട്ടും, മടിയില്ലാതാവും. അന്നത്തെ കാര്യങ്ങൾ എത്ര കോംപ്ലക്സ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ തോന്നാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഡിനോസിൻ എന്നൊരു മോളിക്യൂളിൻ്റെ ഉൽപ്പാദനം. കാരണം അഡ്രിനാലിൻ ഉൽപ്പാദനം കൂടുമ്പോൾ നമ്മൾ കാര്യക്ഷമമായി കൂടുതൽ എനർജി ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോളിക്യൂളാണ് അഡിനോസിൻ. രാത്രി നമുക്ക് ഉറക്കത്തിലേക്ക് വീഴുന്നത് പോലെ തോന്നാറില്ല. എത്ര കൺട്രോൾ ചെയ്താലും ഉറക്കത്തിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ, ഉറക്കം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് വരാൻ കാരണം ഈ അഡിനോസിൻ എന്ന മോളിക്യൂളിൻ്റെ ഉൽപ്പാദനം അത്രത്തോളം പീക്കായി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ രാവിലെ തൊട്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങും. മടിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇതിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറവായിരിക്കും. നമ്മൾക്ക് ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അഡ്രിനാലിൻ ഉൽപ്പാദനം കൂടുമ്പോൾ അഡിനോസിൻ്റെ ഉൽപ്പാദനം കൂടും. അത് മുഖേന രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീഴാൻ പറ്റും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് ഈവനിങ് 6 മണിക്ക് സൂര്യാസ്തമയം കാണുന്ന ഒരു ശീലമാണ്. 6 മണി തന്നെ ആവണമെന്നില്ല, അത് സമയം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ സൂര്യാസ്തമയം കാണുമ്പോൾ എന്താ പ്രത്യേകത അതുകൂടി മനസ്സിലാക്കണം. സൂര്യാസ്തമയത്തിലുള്ള ലൈറ്റ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മഞ്ഞ, റെഡ് ആ ഒരു ലെവലിലേക്കുള്ള ലൈറ്റ്. അപ്പം ഈ ലൈറ്റിന് 2 തരത്തിലുള്ള ലൈറ്റാണ് കോമൺ ആയിട്ടുള്ളത്. വളരെയധികം വേവ് ലെങ്ത് കൂടിയിട്ടുള്ള ബ്ലൂ ലൈറ്റ് പോലുള്ളതും, രണ്ടാമത്തേത് വേവ് ലൈറ്റ് കുറഞ്ഞിട്ടുള്ള റെഡിഷ് ആയിട്ടുള്ള ലൈറ്റുകളും. ഇത് നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, ഒരു ടൈം പോയിൻ്റാണ്. ഈ സമയത്ത് ഈ രാത്രിയായെന്ന ഒരു സിഗ്നലാണ് കൊടുക്കുന്നത്. രാവിലത്തെ ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൂടുതൽ ലൈറ്റ് കുറഞ്ഞു എന്നും, ഈ ഒരു കാമായിട്ടുള്ള ലൈറ്റ് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ രാത്രികയ്ക്ക് വേണ്ടിയിട്ടുള്ള പല ഹോർമോണിൻ്റെ ഉൽപ്പാദനവും ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥകൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞാൻ അടുത്തതായി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ശീലമാണ് ഈ കൃത്രിമമായിട്ടുള്ള വെളിച്ചം ഒഴിവാക്കുക എന്നുള്ളത്. രാത്രിയിൽ നമുക്കറിയാം ഉറക്കത്തിന് വളരെ പ്രധാനപ്പെട്ടതായി വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പകൽ സമയങ്ങളിൽ നമ്മൾ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടും. എന്നാൽ രാത്രി നമ്മൾ ലൈറ്റ് കുറയുമ്പം മെലാറ്റോണിൻ എന്ന് പറയുന്ന
ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ശരീരം റിലാക്സ് ആവും, നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ രാത്രി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലൈറ്റ് കൃത്യമായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഇതിനെ തടയപ്പെടും. അപ്പം ഈ ലൈറ്റ് കഴിയുന്നതും ഡിമ്മാക്കാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം ഇത് സ്വിച്ച് ഓഫാക്കിയാൽ ഉടനെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ അല്ല എന്ന് മനസ്സിലാക്കുക. ഇത് നല്ല അളവിൽ കറക്റ്റ് സമയത്ത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഓണാക്കി വെക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് 3 മണിക്കൂർ മുമ്പൊന്നും ലൈറ്റ് ഓഫാക്കി വെക്കാനോ ഡിമ്മാക്കി വെക്കാനൊന്നും പറ്റാറില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. അതും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് പകൽ സമയങ്ങളിൽ വന്നതിന് ശേഷം പ്രകാശം നോക്കുന്ന ശീലം, എക്സസൈസും അതുപോലെ കോൾഡ് ഷവർ എടുക്കുന്ന ശീലം, ഈവനിങ് ആകുമ്പം സൂര്യാസ്തമയം കാണുന്ന ശീലം, അതുപോലെ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂറെങ്കിലും മുമ്പ് ഞാൻ പ്രകാശം ഡിമ്മാക്കി വെക്കാറുണ്ട്. ഇത് മെലാറ്റോണിൻ ഹോർമോണിനെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം. അതുവരേക്കും ബൈ.